Today's topic is classification of steroids. So, what is steroids? Steroids are a class of compounds which are characterized by the presence of cyclopentanoperhydrophenanthrene nucleus in their structure, which may be particularly reduced or otherwise modified. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ് സൈക്ലോപെന്റനോ പെർ ഹൈഡ്രോഫിനാന്ത്രിൻ. അപ്പോൾ ഇതിലെ നമ്പറിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ 4 റിംഗ് സിസ്റ്റം ഉണ്ട്. 3 6 മെമ്പേർഡ് റിംഗ് ആണ്, ഒരെണ്ണം 5 മെമ്പേർഡ് റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊരു സ്റ്റിറോയിഡ് നോക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് ഈ ഒരു റിംഗ് സിസ്റ്റം ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റ് കീറ്റോ ഗ്രൂപ്പോ അല്ലെങ്കിൽ OH ഗ്രൂപ്പോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ ന്യൂക്ലിയസ് ഉള്ള ക്ലാസ് ഓഫ് കോമ്പൗണ്ടാണ് സ്റ്റിറോയിഡ്സ്. ഇനി സ്റ്റിറോയിഡ്സ് നമുക്ക് മറ്റൊരു വിധത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ സ്റ്റിറോയിഡ്സും സെലീനിയം വെച്ചിട്ട് ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീൽസ് ഹൈഡ്രോകാർബൺ കിട്ടും. ഇതാണ് സ്ട്രക്ചർ ഓഫ് ഡീൽസ് ഹൈഡ്രോകാർബൺ. ഓക്കെ, so steroids can also be defined as a class of compound which yield Diels hydrocarbon as one of the product when distilled with selenium. Now, classification of steroids. There are a large number of steroids which are occurring in nature or man-made steroids are also there. അതുകൊണ്ട് നമുക്ക് ലാർജ് നമ്പർ ഓഫ് സ്റ്റിറോയിഡ്സ് ഉള്ളത് കൊണ്ട് വെറൈറ്റി ഓഫ് സ്റ്റിറോയിഡ്സ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് പല ബേസിസിലും ക്ലാസിഫൈ ചെയ്യാം. അതിലുള്ള ഒരു ബേസിസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ബേസ്ഡ് ഓൺ സബ്സ്റ്റിറ്റ്യൂവന്റ് at C17. This is the C17 carbon. Based on that, it can be classified into sterols, sex hormones, cardiac glycosides, bile acids, sapogenins, etc. Okay. In case of sterols, the R group is aliphatic. സ്റ്റിറോൾ എന്ന് പറയുമ്പോൾ ഓൾ എന്നില്ല, അതായത് OH ഗ്രൂപ്പ് അതിൻ്റെ അകത്തുണ്ട്. ആ OH ഗ്രൂപ്പ് എവിടെയല്ല ഉള്ളത്? C17 ഉള്ളത്. 1 or more OH is attached to alicyclic linkage. ഈ ഒരു alicyclic linkageലായിരിക്കും OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. Then sex hormones. In sex hormones, R bears a ketonic or alcoholic group. Okay, then cardiac glycosides, R is lactone ring. Then bile acids, there will be a COH group in C17 group attached to C17. Then in case of sapogenin, there will be oxocyclic ethyl ring system. Okay, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിറോൾസ്. In sterols, the R group attached to C17 will be aliphatic group. Aliphatic ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇതും ആവാം, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളതും ആവാം. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കൊളസ്ട്രോൾ എന്നതിന് എക്സാമ്പിളാണ്, ഒരു സ്റ്റിറോളിന് എക്സാമ്പിളാണ്. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ഉണ്ട്. ഓൾ എവിടെയുള്ളത്? ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഈ ആലിസൈക്ലിക് റിങ്ങിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അതൊക്കെയാണ് സ്റ്റിറോൾസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്റ്റിറോൾ, കൊളസ്ട്രോൾ, കാംബിസ്റ്റിറോൾ, ബീറ്റ സൈറ്റോസ്റ്റിറോൾ, ബ്രാസിക്കോസ്റ്റിറോൾ etc. are example of sterols. Then sex hormones. Here R bears carbonyl or OH group. നമ്മൾ C17 R ഗ്രൂപ്പിൽ എന്തൊക്കെ ആവാം? ഒന്നെങ്കിൽ OH ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ കാർബണിൽ ഗ്രൂപ്പ് ആവാം. അപ്പം അങ്ങനത്തെ ഒക്കെ കോമ്പൗണ്ട്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ വരുന്നത്. അപ്പം പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്റ്റിറോൺ, ഈസ്ട്രോജൻ etc. are example of sex hormones. Then cardiac glycosides. ഇപ്പോൾ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. ഗ്ലൈക്കോസൈഡ്സ് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് യൂണിറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടാവും ഈ എന്തുമായിട്ട്, ഒരു സ്റ്റിറോയിഡ് മൊയിറ്റുമായിട്ട്. ഓക്കെ, cardioglycosides are plant derived steroid like compound
which have been used for treatment of congestive heart failure for many years. They are a class of organic compounds that increase the output force of heart and decrease its rate of contraction by acting on cellular sodium potassium ATPase pump. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലൊരു ആർ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ആർ ഗ്രൂപ്പിൻ എന്ന് പറയുന്നത് ഒരു ലാക്ടോൺ ലിങ്കേജ് ഉണ്ടാവും, ലാക്ടോൺ മൊയിറ്റി ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ ആറിന് പകരം ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനെ കാർഡിനോലൈഡ് എന്ന് പറയും. അതുപോലെ ഈ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ ബഫഡിലോലൈഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ട്, ഒരു ഷുഗർ മൊയിറ്റി ആയിട്ട്. അതാണ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then bile acids. Bile is a secretion of liver which is stored in gallbladder. Bile contain amides of bile acid with glycine and taurine. Okay, അപ്പോൾ ഇതാണ് ഒരു ബൈൽ ആസിഡിന്റെ എക്സാമ്പിൾ ആണ് കോളിക് ആസിഡ്. അപ്പൊ ബൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവറിന്റെ സെക്രീഷൻ ആണ് ബൈൽ എന്ന് പറയുന്നത്. ആ ബൈൽ ആസിഡ് ആസച്ച് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അതിന്റെ അമൈഡ് ഫോമിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം പിന്നെ ഒരു എക്സാമ്പിൾ ആണ് കോളിക് ആസിഡിന്റെ അമൈഡ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട്. ഇനിയിപ്പോ എന്താണ്? ഗ്ലൈക്കോകോളിക് ആസിഡ്, അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിന്റെ പേരെന്താണ്? ടൗറിൻ. അപ്പൊ ഈ ടൗറിനും ഈ കോളിക് ആസിഡും തമ്മിലുള്ള ഈ അമൈഡിന്റെ പേരെന്താണ്? ടൗറോ കോളിക് ആസിഡ്. അപ്പം ഇതിന്റെയൊക്കെ ഫ്രീ ആസിഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈൽ ആസിഡ് എന്ന് പറയുന്നത്. ബൈൽ ആസിഡ്സിന് എക്സാമ്പിൾ ആണ് കോളിക് ആസിഡ്, ഡിയോക്സി കോളിക് ആസിഡ്, ലിത്തോകോളിക് ആസിഡ്, എക്സെട്ര. Then sapogenins. Sapogenin are the egg-like or non-saccharide portion of a family of natural product known as saponins. അപ്പോൾ ഈ സാപ്പോണിൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് എന്താണ്? ഈ സാപ്പോജെനിൻ എന്ന് പറഞ്ഞ സാധനം എഗ്ലൈക്കോൺ ഓഫ് സാപ്പോണിനാന്ന് പറഞ്ഞു. അപ്പം സാപ്പോണിൻ എന്തായിരിക്കും? ഈ സാപ്പോജെനിനും ഒരു ഷുഗർ യൂണിറ്റ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്ലൈക്കോസിഡിക് ആയിട്ടുള്ള ആ ഒരു കോമ്പൗണ്ട് ആയിരിക്കും സാപ്പോണിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ എന്തായിരിക്കും? ഒരു ഷുഗർ യൂണിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത്തരം കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ സോപ്പ് ലൈക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് സാപ്പോണിൻ എന്ന് വരാൻ കാരണം. സോപ്പ് ലൈക്ക് ആവാൻ കാരണം എന്താണ്? ഇതിലെ ഈ ഷുഗർ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പോർഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആയിരിക്കും. അതുപോലെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആയിരിക്കും. അപ്പോൾ ഒരു മോളിക്യൂളിൽ തന്നെ ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ എന്താണ്? ആംഫിഫിലിക് ആണ്, ദാറ്റ് ഈസ് സോപ്പ് ലൈക്ക് ആണ്. ഓക്കെ, അപ്പൊ അത്തരം ക്ലാസ് ഓഫ് കോമ്പൗണ്ട് ആണ് സാപ്പോജെനിൻ. ഓക്കെ, അപ്പൊ അതിലുള്ള ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സാസൈക്ലിക് ഈതേറിയൽ റിംഗ് സിസ്റ്റം ആണ്. സോ നമ്മൾ ഇതുവരെ C17 ആർ ഗ്രൂപ്പിന്റെ ഡിഫറൻസിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നോക്കിയത്. ഇനി നമുക്ക് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റിറോയിഡ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റിറോയിഡ് ബേസ്ഡ് അപ്പോൺ ഫങ്ഷൻ. ഓക്കെ, ബയോളജിക്കൽ ഫങ്ഷൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഡിഫറെന്റ് ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ അതിലെ കുറച്ച് ക്ലാസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, anabolic steroids. They interact with the androgen receptor, enhance muscle mass, athletes performance, അതിന് എക്സാമ്പിൾ ആണ് മെയിൽ സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത്. Then glucocorticoids. Glucocorticoids are a type of corticosteroid hormone that is very effective at reducing inflammation and suppressing the immune system.
They regulate metabolism and immune function. അതിൻ്റെ മറ്റൊരു ആക്ടിവിറ്റിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി. Then mineralocorticoid. Mineralocorticoids are produced in adrenal cortex and influence salt and water balance, that is electrolyte balance and fluid balance. Okay, so it can maintain blood volume and renal excretion. Then progestins. Progestins are synthetic steroid hormone that activate progesterone receptor in a similar way to progesterone, but each individual progestin has its own distinctive effect. So they helps in development of female sex organs and female sexual characteristics. Then phytosteroids. Phytosteroids are also known as plant steroids. For example, digoxin, digitoxin, diogenin, etc. are example of phytosteroids. Then ergosteroids. Ergosterol is a sterol found in cell membrane of fungi and protozoa, serving many of the same function that cholesterol serve in animal cell. Okay. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൊളസ്ട്രോൾ സ്റ്റീറോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുന്നത്. താങ്ക് യു.